ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കൂളിങ് വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വീഡിയോസിലില്ല. ഞാനും മക്കളും മാത്രമുള്ള ഒരു വെക്കേഷനിൽ ഒരു ഉച്ച വരെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് നിൽക്കാം അല്ലേ. അങ്ങനെ രാവിലത്തെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ റൂമിൽ നിന്ന് നേരെ പുറത്തോട്ട് പോകുവാണ് കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ അമ്പാടി ഇന്നലെ രാത്രി ചൂടെടുത്തിട്ട് ഡ്രസ്സൊക്കെ അഴിച്ചിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കാണിച്ചു തരാത്തത്. പിന്നെ സച്ചും കിച്ചും മറ്റേ റൂമിലും കിടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ നല്ല വെയിലായിട്ട്. ഇപ്പോഴത്തെ ഈ ചൂട് കാരണം രാവിലെ ആകുമ്പോഴേക്ക് ഭയങ്കര വെയിൽ ഉള്ളിലേക്കൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിലേക്കൊക്കെ നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കുറേ ദിവസമായി എടുക്കണം, അങ്ങനെ ഒരു വ്ളോഗായിട്ട് എടുക്കണം എന്ന് വിചാരിക്കണം. പക്ഷേ കഴിയാറില്ല, മക്കളെ കണ്ട് സെറ്റായി കിട്ടാറില്ല കേട്ടോ. ഓരോ ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാനിത് ഇഡ്ഡലിക്കുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളവും ഞാൻ വെച്ചിട്ടോ. കറികളൊക്കെ നമുക്ക് ഇന്നലത്തെ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കാനില്ല. പിന്നെ പൊരിച്ചെടുക്കാൻ കുറച്ച് ചേന ഉണ്ട്. അപ്പോൾ നമ്മൾ വെജായിട്ട് കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് വാങ്ങിക്കുന്നില്ല. നമുക്ക് അമ്പലത്തിൽ 2 ദിവസത്തെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് കുറച്ച് ചോറിനൊക്കെ വെള്ളം വെച്ച് ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എന്താ ഇഡ്ഡലിക്ക് മാവൊക്കെ ഞാൻ നമ്മുടെ തട്ടിലേക്ക് ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സച്ചും കിച്ചും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവർ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിത് കുളിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇഡ്ഡലിക്കുള്ള ഫസ്റ്റ് ട്രിപ്പിനുള്ളത് വെച്ചതിന് ശേഷം സാമ്പാറിലേക്കുള്ള പരിപ്പും കൂടെ കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടു. അപ്പോൾ സാമ്പാർ ഇന്നലെ സാമ്പാർ അവിയലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ, എല്ലാ കഷ്ണം കൂടെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു സാമ്പാർ, ഉച്ചത്തേക്ക് കൂടെ സാമ്പാർ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാനിതാ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. പിന്നെ അമ്പാടിനെ എഴുന്നേറ്റപ്പോൾ ഞാൻ പിന്നെ ബാത്റൂമിൽ കൊണ്ടിരുത്തിട്ടോ. പിന്നെ വേഗം തന്നെ ബെഡൊക്കെ ക്ലീൻ ആക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല ലൈറ്റാണ് ഇപ്പോൾ ഈ വെയിൽ കാരണം ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ അമ്പാടിനെ വേഗം കുളിപ്പിച്ചെടുക്കാൻ കേട്ടോ ചെയ്ത്. അപ്പോൾ അവന് ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട്. അവനെ എണ്ണയൊക്കെ തേപ്പിച്ച് ഇനി കുളിപ്പിക്കട്ടെ. പിന്നെ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് വിരുന്നൊക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലേ. ഞാൻ പോയി വന്നതാണ് കേട്ടോ. ഇനി അമ്പലത്തിലെ പരിപാടി ഉള്ളത് അവിടെ മേലാറ്റൂർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ മക്കൾ 3 പേരും കുളിച്ച് തൊഴുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ടിവിയുടെ മുന്നിലിരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. ആ സമയം കൊണ്ട് എൻ്റെ ഇഡ്ഡലി ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സെക്കൻഡ് ട്രിപ്പും കൂടെ വേഗം ഇഡ്ഡലി റെഡി ആക്കി കേട്ടോ. പിന്നെ സാമ്പാറിലേക്ക് ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ വറുത്തരച്ച സാമ്പാറായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലിലേക്കുള്ള സാമ്പാറല്ലേ. അപ്പോൾ നന്നായിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് വറവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് രാവിലെ തന്നെ ഒരു ചൂട് ഗ്ലാസ് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ചായ രാവിലെ തന്നെ കുടിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ചായ കുടിക്കുന്ന ഒരു ശീലമായിപ്പോയി. നമ്മുടെ ഇത്തവണത്തെ വെക്കേഷൻ നമ്മുടെ പ്ലാനുകൾക്കൊക്കെ അപ്പുറമായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏട്ടനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു. അത് നടന്നില്ല. പിന്നെ മക്കളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒട്ടും നടന്നില്ല കേട്ടോ. എനിക്ക് 3 പേരെയും കൊണ്ട് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ്. പിന്നെ വിഷുവിന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. കാരണം ലീവ് കിട്ടുമെന്നൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മക്കളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അവർ അമ്പാടി ഇഡ്ഡലിയൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കിച്ചു സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചുട്ടനെയാണ് ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ അവനും അധികം വാശി കാണിക്കാതെ തന്നെ വന്നിരുന്നു. അപ്പോൾ അമ്പാടി നല്ല സുന്ദര കുട്ടനായിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും മക്കളും മാത്രമാണ് ഇവിടെയും ചോദിക്കുന്നത്. അല്ല കേട്ടോ, അച്ഛനും കൂടെ ഉണ്ട്. അച്ഛൻ രാവിലെ നേരത്തെ പോകട്ടെ പണിക്ക്. അപ്പോൾ തറവാട്ടിലാണ് അച്ഛനും അമ്മയും ഉള്ളത്. പക്ഷേ അച്ഛൻ നമ്മളുടെ കൂടെ രാത്രി നമുക്ക് തുണയ്ക്ക് വന്ന് കിടക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാറില്ല. അങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഇഡ്ഡലി സാമ്പാർ ഉണ്ടായിരുന്നു. ചട്നി ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പാർ അവിടെ ബാക്കിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കണം. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ അവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. സച്ചുട്ടൻ പറയുന്നുണ്ട് നമുക്ക് തറവാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് നല്ല വെയിലൊക്കെ ആയിട്ട് നമുക്ക് വെയിൽ ആറിയിട്ട് വൈകുന്നേരം പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ സമാധാനപ്പെടുത്തി. അങ്ങനെ എൻ്റെ ചായയുടെ നേരത്തെ കഴിഞ്ഞ് ഞാനിത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ. ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇന്നിതാക്കും രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയ കറി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകട്ടോ. അതിനുള്ളിൽ സച്ചുട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവൻ പാത്രം കൊണ്ടുവന്നു. മക്കൾ 3 പേരാണെങ്കിലും അവർക്ക് കഴിയുന്ന പോലെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഞാനിത് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മേശയിൽ കൊണ്ടുവയ്ക്കും. കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് എനിക്കത് കൊണ്ടുവന്ന് തരും. അങ്ങനത്തെയൊക്കെ നല്ല ശീലങ്ങൾ അവർക്ക് ഉണ്ട് കേട്ടോ. അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ആവശ്യങ്ങൾ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ചില സമയങ്ങളിൽ കിച്ചു അവരോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. നമ്മൾ കൂടി വേണം അമ്മേനെ സഹായിക്കാനെന്ന് പറഞ്ഞു.
അവർ ആൺകുട്ടികളാണ് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിലേക്ക് ഞാൻ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പോഴല്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, ഭാവിയിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ വീട്ടുകാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കട്ടെ. അങ്ങനെ എൻ്റെ ചോറ് ഇതാക്കണം വെന്തോട്ട് ഞാൻ പിന്നെ ചോറ് വേഗം വാർത്ത് വെച്ചു. പിന്നെ സാമ്പാറുണ്ടല്ലോ, പിന്നെ കുറച്ച് കറികൾ, ഇന്നലത്തെ കറികൾ ഫ്രിഡ്ജിലുണ്ട്. ഇനി നമുക്ക് ഒരു ചേന പൊരിച്ചെടുക്കണം, പപ്പടം കാച്ചണം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയൊക്കെ വേഗം ക്ലീൻ ആക്കുക കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ വേഗം ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. പിന്നെ അലക്കാനുള്ളത് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട്, അത് പോയിട്ട് ആറിടണം. അങ്ങനത്തെ കുറച്ച് പണികൂടി കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞിട്ടോ. പിന്നെ ഇന്നലെ വൈകിട്ടാണ് വിളക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ അടിച്ച് വാരി തുടച്ചത്. അതുകൊണ്ട് രാവിലെ വൃത്തികേടായിട്ട് കിടക്കണില്ല. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് അത് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ അടുക്കളയത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാനിതാക്കണം എൻ്റെ മുടിയൊക്കെ ഒന്ന് തോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ സാച്ചൂട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓരോ പരാതി പറയുന്നുണ്ട്. സാച്ചൂട്ടൻ്റെ അമ്പാടി ചില സമയത്ത് ഭയങ്കര സ്നേഹവും ചില സമയത്ത് ഭയങ്കര വികൃതിയായിരിക്കും കേട്ടോ. അപ്പോൾ സച്ചൂട്ടൻ എന്നെ വന്ന് പിടിക്കുന്നത് കണ്ടിട്ട് അമ്പാടിക്ക് അത് സഹിക്കുന്നില്ല. അമ്പാടി ഓടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ തന്നെ ഓടി വന്നിട്ട് എൻ്റെ പുറകെ വന്നിട്ട് അമ്മ എന്താ കുഞ്ഞേട്ടനെ പിടിക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവൻ കുഞ്ഞേട്ടൻ എന്നാണ് കേട്ടോ സച്ചൂട്ടനെ വിളിക്കാറ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ഞാനെന്താ മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുടിക്ക് ഭയങ്കര കൊഴിച്ചിൽ വരുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഞാൻ പിന്നെ മക്കളൊക്കെ ടി വി കാണില്ല, അവരെ കൂടെ പോയി ഇരിക്കട്ടെ വിചാരിച്ചു. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്, ആറിടാനുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മുകളിൽ പോയിട്ട് വേഗം മെഷീനിലുള്ള തുണികളൊക്കെ ആറിയിട്ട് വന്നതിന് ശേഷം മക്കളെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോ കളിക്കും. ഞങ്ങൾക്ക് ഗെയിം കളിക്കും, ലൂഡോ കളിക്കും, ടി വി കാണും, സിനിമ കാണും. ഇനി വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഇതന്നെയാണ് കേട്ടോ പണി. ഇനി വെയിലാറിയതിന് ശേഷം അവർ പുറത്തിറങ്ങി കളിക്കും. ആ സമയത്തായിരിക്കും എൻ്റെ ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെ. തുണി മടക്കി വയ്ക്കുന്ന ജോലി മാത്രം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ബാക്കി എന്തും ഞാൻ എടുക്കും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര മടി പിടിച്ച കാര്യമാണ്. കാരണം ഇത് ഓരോരുത്തരത് വേറെ വേറെ ആക്കി മടക്കണം, അത് അലമാരയിൽ വേറെ വേറെ വെക്കണം. അപ്പോൾ അത് അലമാരയിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്തായിരിക്കും മക്കൾ വലിച്ചിട്ടതൊക്കെ കാണുക. അപ്പോൾ അത് പിന്നെ ഒന്നും കൂടെ സെറ്റാക്കണം. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു ജോലി ഏതാ ചോദിച്ചാൽ ഇതാണ് കേട്ടോ എനിക്ക്. ഞാൻ തുണി മടക്കി വയ്ക്കുന്ന സമയം കൊണ്ട് കിച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് 4 സിപ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വിഷു കഴിഞ്ഞിട്ടും കിട്ടിയ കുറച്ച് കാശുള്ളത് കൊണ്ട് ഇപ്പോൾ ഡെയിലി ഓരോ സിപ്പപ്പ് കഴിക്കുന്ന ഞങ്ങൾക്ക് ശീലമായിട്ടുണ്ട്. അപ്പോൾ അവൻ സിപ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്ര അടുത്ത് വീഡിയോ വീണ്ടും കാണാം. ബൈ.